ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ അൽഹംദുലില്ലാ റാഹത്തായിരിക്കണു. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയൊക്കെ നമ്മൾ രാത്രി ഒന്നും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കുമല്ലേ. അപ്പോൾ ഞാനൊരു അടിപൊളി ചപ്പാത്തി മാവ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് 250 ml കപ്പാണ് കേട്ടോ. ആ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേ കപ്പിൽ ഒരു അര കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും പിന്നെ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ബാറ്റർ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു കോഴിമുട്ടയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ നെയ്യും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നേരെ വെള്ളം ഒഴിക്കുമ്പോൾ അത് മിക്സിമേയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് കലക്കി എടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക. പിന്നെ അത് അടിപൊളിയായിട്ട് അരച്ച് കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് വെള്ളം ആദ്യം പാർന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതിൽ വെള്ളം കുറവാക്കാനും എന്തായാലും 1.5 കപ്പ് വെള്ളം വേണം കേട്ടോ. എനിക്ക് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എടുത്ത അളവ് പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലായി പോയാൽ നമുക്കത് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടേക്കാരം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായി പിച്ചിയിട്ടിട്ട് കൊടുക്കുക. അരിഞ്ഞിട്ടോ പിച്ചിയിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. അപ്പോൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ എന്നും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മടുത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. രാവിലെ ആണെന്നുണ്ടെങ്കിലും പിന്നെ രാത്രി ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. പിന്നെ ഇതിൽ നെയ്യും കോഴിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള പാനാണെന്നുണ്ടെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പാൻ ചൂടായി വന്നപ്പോൾ എണ്ണയൊന്നും പുരട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. എണ്ണയൊന്നും പുരട്ടാതെ തന്നെ നമുക്കത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ കനം കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മുരുമുരാന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒന്നിങ്ങനെ പൊള്ളച്ച് വരും. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നിങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. എരിവും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചുട്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് പോകുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഗോതമ്പ് മാവ് ഇങ്ങനെ പൊട്ടിപ്പോരുന്ന മാതിരിയൊന്നുമല്ല. മൈദമാവും കൂടെ ചേർത്തതുകൊണ്ട് പിന്നെ നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.